അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് HVC പ്രോജക്റ്റിൽ എങ്ങനെയാണ് ലീനിയർ സ്ലോട്ട് ഡിഫ്യൂസർ സെലക്ട് ചെയ്യേണ്ടത്, എത്ര സ്ലോട്ട് വിട്ടുള്ള ഡിഫ്യൂസറാണ് സെലക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്ര വരണം, എത്ര സപ്ലൈ കൊടുക്കാം, എത്ര റിട്ടേൺ ലെങ്ത് കൊടുക്കുക എന്നുള്ള കാര്യമാണ്. ഇതാണ് നമ്മുടെ ലോബി, പാൻട്രി, ടോയ്ലറ്റ്, കോറിഡോർ എല്ലാം അടങ്ങിയ സ്പേസ്. ഇവിടെ നമ്മൾ മെഷീൻ വെച്ചു. ഈ മെഷീൻ വെച്ച് ലോബി, 2 ടോയ്ലറ്റ് ലോബി, പിന്നെ പാൻട്രി, കോറിഡോർ പാർട്ട് 1 ഇത്രയും നമ്മൾ എയർ സപ്ലൈ ചെയ്യാണ്. ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ലോബി എയർ ഫ്ലോ റേറ്റ് 1161 CFM നമ്മൾ സപ്ലൈ ചെയ്യണം. ലോബി ലിഫ്റ്റ് ലോബി സപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരൊറ്റ ഡിഫ്യൂസർ അഥവാ ലീനിയർ സ്ലോട്ട് ഡിഫ്യൂസർ ആണുള്ളത്. അപ്പോൾ അത് എങ്ങനെ സെലക്ട് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു എക്സൽ ഷീറ്റ് എടുക്കുക. അതിനുശേഷം ലോബിക്ക് ടോട്ടൽ എയർ ഫ്ലോ റേറ്റ് 1161 CFM, ലിറ്റർ പെർ സെക്കൻഡ് ആക്കുമ്പോൾ 548 ലിറ്റർ പെർ സെക്കൻഡ്. ഇവിടെ തന്നിട്ടുള്ള ഇത് ആർക്കിടെക്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലീനിയർ സ്ലോട്ട് ഡിഫ്യൂസർ ആണ് ഈ ഡ്രോയിങ്ങിൽ. അത് വേണമെങ്കിൽ ഡിസ്കഷൻസിലൂടെ നമുക്ക് എക്സ്ട്രാ ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്കിത് വരച്ച് ഇതിൻ്റെ നീളം കൂട്ടാവുന്നത്. അത് ഈ ഡിഫ്യൂസറിൻ്റെ ലെങ്ത് മെഷർ ചെയ്ത് നോക്കാം. LSD 1800 അഥവാ 1.8 മീറ്റർ. ലീനിയർ സ്ലോട്ട് ഡിഫ്യൂസറിൻ്റെ ടോട്ടൽ ലെങ്ത് ഉണ്ട്. നമുക്ക് സപ്ലൈ ചെയ്യേണ്ടത് 1161 ഈസിക്കൽ ടു 1161.837 ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് ഓഫ് LSD 1800 ഈസിക്കൽ ടു 1161.837. മൊത്തം ഡിസ്റ്റൻസ് 1800. ഇവിടെ മൊത്തം ഡിസ്റ്റൻസ് 1800 മൊത്തം ഡിസ്റ്റൻസ് ആകുമ്പോൾ അതിൽ പകുതി സപ്ലൈയും പകുതി റിട്ടേണും ആയിരിക്കും. 1800 പകുതി 900 ഓർ 0.9 മീറ്റർ. 0.9 മീറ്റർ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. സപ്ലൈ ഇത്രയും സപ്ലൈ ചെയ്യണം. ഈ ഒരൊറ്റ ലീനിയർ സ്ലോട്ട് ഡിഫ്യൂസർ വഴി നമ്മൾ ഇത്രയും 1290 CFM സപ്ലൈ ചെയ്യണം. അതിൻ്റെ മാക്സ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ടോട്ടൽ ലോബിയിൽ സപ്ലൈ ചെയ്യേണ്ടത് ഈ എമൗണ്ട്, ഈ വാല്യൂ 1161 ഡിവൈഡഡ് ബൈ LSDയുടെ ലെങ്ത് 0.9 മീറ്റർ. അത് ചെയ്യുമ്പോഴാണ് 1290 CFM വരുന്നത്. ഓക്കെ. പക്ഷേ അതിനുശേഷം നമ്മൾ ലീനിയർ സ്ലോട്ട് ഡിഫ്യൂസർ എത്ര സ്ലോട്ട് ഉള്ളത് വേണം, എത്ര സ്ലോട്ട് വിഡ്ത്ത് ഉള്ളത് വേണമെന്ന് നമ്മൾ എയർ മാസ്റ്റർ കാറ്റലോഗിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, എയർ മാസ്റ്റർ കാറ്റലോഗ് പോവുക, എഞ്ചിനീയറിംഗ് ഡാറ്റ, ഗ്രില്ല്, രജിസ്റ്റർ, ലീനിയർ സ്ലോട്ട് ഡിഫ്യൂസറിൽ എയർ ഫ്ലോ ഡാറ്റ സെലക്ട് ചെയ്യുക. 20 mm സ്ലോട്ട്, 20 mm സ്ലോട്ട് വിഡ്ത്ത്, 25 mm സ്ലോട്ട് വിഡ്ത്ത് ഒക്കെ ഉണ്ട്. അതിൽ നമുക്ക് 25 mm നോക്കാം. സ്റ്റാൻഡേർഡ് 25 mm സ്ലോട്ട്, 4 സ്ലോട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ഇത്രയും സപ്ലൈ ചെയ്യണം. എത്ര? 1290 ലീനിയർ സ്ലോട്ട് ഡിഫ്യൂസറിൻ്റെ സപ്ലൈ ചെയ്യണം. ഓക്കെ, അതിലിപ്പോൾ നോക്കാം. നമ്പർ ഓഫ് സ്ലോട്ട് 1, 2, 3, 4. 4-1 ഇത് വരുന്നില്ല. കണ്ട, CFM എയർ ഫ്ലോ റേറ്റ് പെർ മീറ്റർ ലെങ്ത്. 1 മീറ്റർ ലെങ്ത്തിൽ എത്ര സപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് കാണിച്ചിരിക്കുന്നത്. 1-ലാണെങ്കിൽ പരമാവധി 200, 2-ലാണെങ്കിൽ 300, 3-ലാണെങ്കിൽ 400, 4 സ്ലോട്ടാണെങ്കിൽ 550. പിന്നെ അങ്ങനെ പോകുമ്പോൾ 5 സ്ലോട്ടാണെങ്കിൽ 650, 6 സ്ലോട്ട് മാക്സിമം 800, 7 സ്ലോട്ട് മാക്സിമം 900,
8 സ്ലോട്ടാണ് ഇതിൻ്റെ അവസാനം വരുന്നത്. അതുപോലും പരമാവധി 1000 CFM നമുക്ക് എയർ ഫ്ലോ റേറ്റ് നമുക്ക് പെർ മീറ്ററിലൂടെ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ അതിൻ്റെ ലെങ്ത് കൂട്ടണം. അതല്ലേ വേണ്ട? ഓക്കെ, അപ്പം നമ്മുടെ ഇത് വെച്ചിട്ട് ഈ തന്നിരിക്കുന്ന ആർക്കിടെക്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലീനിയർ സ്ലോട്ട് ഡിഫ്യൂസർ വെച്ചിട്ട് നമുക്ക് ഇത്രയും ലെങ്ത് പോരാ, മതിയാവില്ല. ഐ മീൻ ഇത്രയും എയർ ഫ്ലോ റേറ്റ് സപ്ലൈ ചെയ്യാനായിട്ട് ലെങ്ത് കൂടുതൽ വേണം. 1161 CFM സപ്ലൈ ചെയ്യണമെങ്കിൽ അല്ല 1161.9 മീറ്റർ ഡിഫ്യൂസർ വെച്ച് സപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രയും സപ്ലൈ ചെയ്യണം. 1290 CFM സപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം അത് നമ്മുടെ എയർ മാസ്റ്റർ കാറ്റലോഗിൽ നോക്കിയിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ അല്ല, അതിൻ്റെ അകത്തില്ല. 25 mm സ്ലോട്ട്, 8 സ്ലോട്ട്, പരമാവധി 1000 CFM പെർ മീറ്റർ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ 25 mm 4 സ്ലോട്ട് ഡിഫ്യൂസർ ആണ് എടുക്കാൻ പോകുന്നത്. 25 mm 4 സ്ലോട്ട്, 25 mm 4 സ്ലോട്ട് ഡിഫ്യൂസർ സെലക്ട് ചെയ്യുകയാണ്. CFM പെർ ഡിഫ്യൂസർ, CFM പെർ മീറ്റർ എത്ര വരും? 4 സ്ലോട്ട് ആണെങ്കിൽ മാക്സിമം 550. നമ്മുടെ ഡെലിവറി വെലോസിറ്റിയും നോയ്സ് ക്രൈറ്റീരിയ നോക്കുക. നോയ്സ് ക്രൈറ്റീരിയ മാക്സിമം 45 വരാം, ഡെലിവറി വെലോസിറ്റി മാക്സിമം 6 വരാം. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ 550 എടുക്കാം. 25 mm 4 സ്ലോട്ട് ഡിഫ്യൂസർ, 550 CFM per diffuser, 550 CFM per meter. ഓക്കെ, ഇത്രയും ലോബി ഏരിയയിൽ ഇത്രയും നമ്മൾ സപ്ലൈ ചെയ്യണം ത്രൂ 25 mm 4 സ്ലോട്ട് ഡിഫ്യൂസർ. പെർ മീറ്റർ 550 CFM. അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്? നമുക്ക് സപ്ലൈ ഉണ്ട് 1161.837 ഡിവൈഡഡ് ബൈ 25 mm 4 സ്ലോട്ട് ഡിഫ്യൂസറിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 550, 2.11 മീറ്റർ ലെങ്ത് ഓഫ് സപ്ലൈ നമുക്ക് ആവശ്യമുണ്ട്. സപ്ലൈ മാത്രമാണ്. ലെറ്റ്സ് സേ 2.2 മീറ്റർ, 2.2 മീറ്റർ സപ്ലൈ ഡിഫ്യൂസർ, ലീനിയർ സ്ലോട്ട് ഡിഫ്യൂസറിന്റെ സപ്ലൈക്ക് ലെങ്ത് വേണം. ടോട്ടൽ ലെങ്ത് ആണെങ്കിൽ എത്രയാണ്? ടോട്ടൽ ലെങ്ത് ഓഫ് ലീനിയർ സ്ലോട്ട് ഡിഫ്യൂസർ ഈസ് ഈക്വൽ ടു 2.2 പ്ലസ് 2.2, 4.4 മീറ്റർ ലെങ്ത് വേണം. ടോട്ടൽ ലെങ്ത് ഓഫ് ലീനിയർ സ്ലോട്ട് ഡിഫ്യൂസർ. അതെ, നമ്മുടെ ഡ്രോയിങ്ങിൽ ആർക്കിടെക്ട് തന്നിട്ടുള്ള ഈ വച്ചിരിക്കുന്ന LSDയുടെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ ഇത് 20 mm 4 സ്ലോട്ടാണ്. 20 mm 4 സ്ലോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ 550 CFM പെർ മീറ്റർ എന്നുള്ളത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിൻ്റെ CFM പെർ മീറ്റർ ഫ്ലോ റേറ്റ് വ്യത്യാസപ്പെടും. നമ്മളെന്തായാലും ഈ പ്രോജക്റ്റിൽ 25 mm 4 സ്ലോട്ട് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓവറാൾ വേണ്ട LSDയുടെ ലെങ്ത് എന്ന് പറയുന്നത് സപ്ലൈ പ്ലസ് റിട്ടേൺ 2.2 പ്ലസ് 2.2 4.4 മീറ്റർ ആണ്. അപ്പം നമ്മളിവിടെ എങ്ങനെ കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഇനി എത്രയും കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. ഓൾറെഡി 1.8 ഉണ്ട്. നമുക്ക് ഓവറാൾ വേണ്ടത് 4.4 മീറ്റർ, അവൈലബിൾ 1.8. എക്സ്ട്രാ added length or extra length to be added is equal to 4.4 minus 1.8, 2.6 മീറ്റർ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യണം. അപ്പം എന്ത് ചെയ്യണം?
ഇത് ഇനി ഡ്രോയിങ്ങിലായിട്ട് വരിക. നമ്മൾ 4.4 ആണ് നമ്മുടെ ടോട്ടൽ നമ്മളവിടെ സപ്ലൈ ചെയ്യേണ്ട LSD, ലീനിയർ സ്ലോട്ട് ഡിഫ്യൂസറിന്റെ ലെങ്ത്, റിട്ടേണും സപ്ലൈ എല്ലാം ഇവിടെ. അപ്പൊ ഇത്രയും ഭാഗത്ത് നമുക്ക് ഇത് കൊടുക്കാം, എന്ത് സപ്ലൈയും ബാക്കി വരുന്ന ഈ ഒരു ഭാഗത്ത് റിട്ടേണും കൊടുക്കാം. അതിപ്പോ കറക്റ്റ് ഡിവൈഡ് ചെയ്ത് പോകണമെന്നില്ല. അത് ആക്ച്വലി ഒരു ഡൗട്ടാണ്. 2.2 മീറ്റർ സപ്ലൈ, 2.2 മീറ്റർ റിട്ടേൺ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് 1.4 മീറ്റർ ഇപ്പൊ അങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 3 മീറ്റർ സപ്ലൈയും 1.4 മീറ്റർ റിട്ടേണും ആണ് നമ്മളിപ്പോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് നമ്മളിവിടെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഡ്രാഫ്റ്റിങ്ങിൽ വരുന്നതാണ് ലീനിയർ സ്ലോട്ട് ഡിഫ്യൂസർ. ഇവിടെ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ് HVAC SID ലെയർ വെച്ചിട്ട്. അതിനു മുമ്പ് നമ്മൾ എയർ മാസ്റ്റർ കാറ്റലോഗിൽ പോയിട്ട് 25mm ഫോർ സ്ലോട്ടിന്റെ ഓവറോൾ ഡയമെൻഷൻസ് നോക്കുക. ഫ്ലാഞ്ച് ഡീറ്റെയിൽസ് മീൻസ് ലീനിയർ സ്ലോട്ട് ഇവിടെ വരും. സ്ലോട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന എത്രയും ഭാഗമാണ് അതിന്റെ ഫ്ലാഞ്ച്. അങ്ങനെ അതിന്റെ ടോട്ടൽ ഡയമെൻഷൻ എത്ര വരും എന്നാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ 25mm സ്ലോട്ട് ഓപ്പണിങ്, ഓവറോൾ സൈസ് 4 സ്ലോട്ട് ആണെങ്കിൽ ഓവറോൾ 205mm വരും. 205mm. അപ്പൊ അതിന്റെ എക്സാക്ട് മിഡിലിൽ നിന്ന് നമ്മൾ ഇത് വരയ്ക്കണം. പോളി ലൈൻ എടുക്കുക. ഇതാണ് ഇതിന്റെ മിഡിൽ. ഓർത്തോ ഇട്ട് കൊടുക്കുക, ഓർത്തോ മോഡ്. ഓക്കെ, 205ന്റെ പകുതി എത്രയാണ്? 205/2, 102.5. ഓഫ്സെറ്റ് ചെയ്യുക. എന്റർ. 102.5. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്ലോട്ട് ഓവറോൾ ഡയമെൻഷൻസ് വരുന്നത്. 25mm ഫോർ സ്ലോട്ടിന്റെ. നെക്സ്റ്റ് നമുക്കിത് ക്ലോസ് ചെയ്യാം. പോളി ലൈൻ എടുത്തിട്ട് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. എന്റർ. 20 എന്റർ. ഇതിപ്പോ എത്ര ലെങ്ത് ഉണ്ട്? 1.8. നമ്മൾ എത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ? 3 മീറ്റർ. ബാക്കി 1.4 മീറ്റർ റിട്ടേൺ ആയിട്ട് ഇതുണ്ട് ഇവിടെ ലിഫ്റ്റിന്റെ ബാക്കിലായിട്ട് കൊടുക്കും. ഇത് മുതൽ ഇതുവരെ 2 point something. കുറച്ചും കൂടെ ഇപ്പുറത്ത് നിന്ന് എടുക്കാം. 2.2 മീറ്റർ. ടോട്ടൽ നമുക്ക് വേണ്ടത് 3 മീറ്റർ ഓഫ് വാട്ട്? 3 മീറ്റർ ഓഫ് സപ്ലൈ ആൻഡ് 1.4 മീറ്റർ റിട്ടേൺ ആണ്. അപ്പൊ ഇതിനെ ഓഫ്സെറ്റ് ചെയ്യാം. എന്റർ. 3000. അത് നേരെ ഇവിടെ വരും. അതുകൊണ്ട് ഈ ലെങ്ത് ഇതുവരെ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇനി എന്ത് ചെയ്യാം? ഇത് സെലക്ട് ചെയ്ത് ഇതും ക്ലിക്ക് ചെയ്തതിന് ശേഷം EX കമാൻഡ് അടിക്കാം. എക്സ്റ്റെൻഡ്. 3 എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇത് ഈ ലീനിയർ സ്ലോട്ട് ഡിഫ്യൂസർ നമ്മൾ ഇനി ക്ലോസ് ചെയ്യാൻ പോകും. എന്റർ. 20 എന്റർ. ഈ സൈഡിലോട്ട്. ഇനി ഇവിടെ എല്ലാം ഇത് വരും, ഈ ലൈൻസ്. ഇത് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. പോളി ലൈൻ എടുക്കുക. ഇത് മുതൽ ഇതുവരെ ഓഫ്സെറ്റ് ചെയ്ത്. ഇപ്പൊ 20 ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 25mm ഫോർ സ്ലോട്ട് ആണ്. ഇത് ആർക്കിടെക്ട് തന്നിട്ടുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ആണ്. ആണെങ്കിൽ ഒന്നുകൂടെ മെഷർ ചെയ്ത് കാണിച്ചത് 20. ഓക്കെ, അഗൈൻ ഓഫ്സെറ്റ്. എന്റർ. 20 എന്റർ. താഴോട്ട്. ഇതും താഴോട്ട്. ഇതും താഴോട്ട്. ഇതും താഴോട്ട്. ഓക്കെ, ഇപ്പൊ 3 മീറ്ററിന്റെ സപ്ലൈ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സപ്ലൈ
ഇനി 1.4 മീറ്റർ റിട്ടേൺ AC ലോബിയുടെ അല്ല ലിഫ്റ്റ് ലോബിയുടെ പുറകിലായിട്ട് ഫോൾ സീലിംഗിൽ എവിടെയെങ്കിലും കാണിച്ചാൽ മതി. 3000. ഓക്കെ, ഇത് ട്രിം ചെയ്യാം. TR ബ്ലെൻഡർ ഇത്രയും ഭാഗം ഇത്രയും ഇതാണ് നമ്മൾ സപ്ലൈ ഡിഫ്യൂസറിന്റെ ലീനിയർ സ്ലോട്ട് ഡിഫ്യൂസർ സപ്ലൈ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മളപ്പോൾ 3 മീറ്റർ ഓർ 3000 mm സപ്ലൈ കൊടുത്തു കഴിഞ്ഞു. ഇനി 1.4 മീറ്റർ റിട്ടേൺ കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് റിട്ടേൺ LSD ലീനിയർ സപ്ലൈ ഡിഫ്യൂസർ വരച്ചെടുക്കാം. പോളിലൈൻ സെലക്ട് ചെയ്യുക, ഇതിൻ്റെ മിഡിൽ നോക്കി സെലക്ട് ചെയ്യുക. ദിസ് ഭാഗം 1400 1.4 മീറ്റർ. നെക്സ്റ്റ് ഓഫ്സെറ്റ് ചെയ്യുക. എൻ്റർ 102.5. ഒന്നങ്ങോട്ട് ഒന്നിങ്ങോട്ട്. അതിനുശേഷം എൻ്റർ 20 ഇങ്ങോട്ട്. എൻ്റർ 1400 ഇവിടെ വന്നു. എൻ്റർ 20. ഓക്കെ, നെക്സ്റ്റ് ലൈന് സെലക്ട് ചെയ്യുക. ഇത് മുതൽ ഇതുവരെ പോളിലൈൻ എടുത്തിട്ട് വരയ്ക്കുക. എൻ്റർ 20. ഇങ്ങോട്ടൊന്ന് ഇങ്ങോട്ട് ട്രിം TR ബ്ലെൻഡർ. എൻ്റർ 20. TR ട്രിം ചെയ്യുക. ഇതും കൂടെ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കോപ്പി. മൊത്തത്തിൽ സെലക്ട് ആയില്ല. ഇതും കൂടെ സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക. ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കുക. ഓർത്ത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ലിഫ്റ്റ് ലോബിയുടെ പുറകിലായിട്ട് ഇവിടെ. ഓക്കെ, ഇത് നമുക്ക് വേണ്ട, ഇത് ഡിലീറ്റ് ചെയ്യാം. യെസ്, ഇപ്പൊ സപ്ലൈ ഡിഫ്യൂസറായി, അതുപോലെ റിട്ടേൺ ഡിഫ്യൂസറായി. ലീനിയർ സ്ലോട്ട് ഡിഫ്യൂസർ 25 mm 4 സ്ലോട്ട്. ലോബി ഏരിയയിലുള്ള സപ്ലൈ ചെയ്യേണ്ട എത്ര എയർ ഫ്ലോ റേറ്റ് ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്, അല്ല നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. ലോബി ഏരിയയിൽ 548 ലിറ്റർ പെർ സെക്കൻഡ് സപ്ലൈ ചെയ്യണം, അഥവാ 1161 CFM സപ്ലൈ ചെയ്യണം. അതിങ്ങനെയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. 3 മീറ്റർ സപ്ലൈ, 1.4 മീറ്റർ റിട്ടേൺ.